മാതർമേ മധുകൈടഭഗ്നി അഹിഷപ്രാണാപഹാരോദ്യമേ ഏലാ നിർമ്മിത ധൂമ്രലോചനവസേ ഹേ ചണ്ഡമുണ്ടാഗ്നി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാ സുദുരിതം ദുർഗേ നമസ്തേംബികേ. ദുരിത മഹാരാജാവ് സന്യാസിയോട് മഹർഷിയോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത് എന്ന് വെച്ചാൽ, അങ്ങ് ഈ മഹാമായ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ മഹാമായ ആരാണ്, എവിടെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് രൂപം, മഹാമായയുടെ രൂപം എന്താണ് എന്നെല്ലാം ഉള്ളതായിട്ട് വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ കേൾക്കാം, എനിക്ക് അത് താല്പര്യമുണ്ട് കേൾക്കാനായിട്ട്. അങ്ങയിൽ നിന്ന് അതൊക്കെ പറഞ്ഞ് കേൾക്കാൻ മോഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് അദ്ദേഹം മറുപടി പറയുകയാണ്. അതായത് എന്താണ് എന്ന് വെച്ചാൽ, നിത്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നിത്യയാണ്, മഹാമായ നിത്യയാണ്, ജനനം എന്നുള്ളതൊന്നുമില്ല. എവിടെയാണ് ജനിച്ചത് എന്നൊക്കെ ചോദിച്ചു രാജാവ്. അതില്ല, ജനനം എന്നുള്ളതൊന്നുമില്ല ദേവിക്ക്. പക്ഷെ എന്താണ് എന്ന് വെച്ചാൽ, ദേവി ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ രൂപം സ്വീകരിക്കുന്നുണ്ട്. നിത്യയായിട്ടുള്ള ദേവി ഓരോരോ രൂപം സ്വീകരിക്കുന്നുണ്ട് ഓരോ ഭാഗത്ത്, ഓരോ പ്രാവശ്യം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഓരോ രൂപം സ്വീകരിക്കുമ്പോഴും ദേവി ജനിച്ചു ഉണ്ടായി എന്നൊക്കെ പറയുകയാണ് ചെയ്യണത്. പക്ഷെ അത് സ്വതേ രണ്ടാമതൊന്നും ഉണ്ടാവലല്ല. ദേവി നിത്യയാണ്, പക്ഷെ ഓരോരോ രൂപം വേഷം മാറുക അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഓരോരോ രൂപത്തിൽ സ്വീകരിക്കുന്നുണ്ട്, നിത്യയാണ് ദേവി എന്നുള്ള കഥ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ദേവിയെ പറ്റിയിട്ട് എപ്പോഴാണ്, ഏതൊക്കെ അവസരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് രൂപം ധരിച്ചത് എന്നുള്ളത് പറയാണ്. ആദ്യമായിട്ട് രൂപം ധരിച്ചത് ഇങ്ങനെയാണ്. മഹാവിഷ്ണു ഉറങ്ങിക്കിടക്കുകയായിരുന്നു, യോഗനിദ്രയില് ഇരുന്നിരുന്നതായിട്ടുള്ള സമയത്ത് അനന്തനിൽ, ഭോഗ്യേന്ദ്രനിൽ യോഗനിദ്ര ആയിട്ട് വസിച്ചിരുന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ കമലത്തിൽ നിന്ന് ബ്രഹ്മാവ് വന്നു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്ന്, ചെവിയിലെ മലത്തിൽ നിന്ന് 2 അസുരന്മാര് വന്നു എന്ന് പറഞ്ഞു. ആ അസുരന്മാര് ഉഗ്രരൂപികളായിട്ടുള്ള 2 അസുരന്മാരായിരുന്നു. അവര് വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനെ, അവർക്കും വേറെ ഒന്നും കാണാനില്ല. അപ്പൊ ഈ ബ്രഹ്മാവിനെയാണ് അവിടെ കാണാനുള്ളത്, ഭഗവാന്റെ നാഭിയിൽ നിന്നുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനെ കാണാനുണ്ട്. അപ്പോൾ ആ ബ്രഹ്മാവിനെ ഭക്ഷിക്കാനായിട്ട് അങ്ങോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവ് ഭയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇനി പറയണത്. സ നാഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി ദൃഷ്ട്വാ താവസുരൗ ചോഗ്രൗ പ്രസുപ്തം ച ജനാർദ്ദനം. സഹ, അവിടെ സാന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റാണ്, സഹ എന്ന് മതി. സഹ വിഷ്ണോഹോ നാഭികമലേ, വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ, നാഭിയിൽ നിന്നുണ്ടായതായ താമരയിൽ, വിഷ്ണുവിൻ്റെ നാഭിയിൽ വെച്ച പൊക്കിള്, ആ പൊക്കിളിൽ നിന്നുണ്ടായതായ താമരയിൽ സ്ഥിത വർത്തിച്ചിരുന്നതായ, അവിടെ ഇരുന്നിരുന്നതായ ബ്രഹ്മാവ് പ്രജാപതി. ബ്രഹ്മ എന്ന് ഹ്രസ്വം ആയിട്ട് പറഞ്ഞാൽ ബ്രഹ്മം പരമാത്മാവ് എന്നുള്ള അർത്ഥമാണ്. ബ്രഹ്മ എന്ന് ദീർഘമായിട്ട് പറഞ്ഞാൽ അത് ബ്രഹ്മാവ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പം ഇവിടെ ബ്രഹ്മാ പ്രജാപതി, പ്രജാപതിയായിട്ടുള്ള പ്രജകളെയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ളതായ ആ ബ്രഹ്മാവ്, അതിൻ്റെ മുമ്പ് തന്നെ ഈ ഭഗവാൻ യോഗനിദ്രയിൽ കിടക്കുകയാണ്. അപ്പം ആ ഭഗവാന്റെ ചെവിയിൽ നിന്നാണ് ഈ അസുരന്മാര് ഉണ്ടായത്. അവര് ബ്രഹ്മാവിനെ ഭക്ഷിക്കാനായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ് നാഭികമലേ സ്ഥിത, ഭഗവാന്റെ നാഭികമലത്തിൽ, നാഭിയിൽ ഉണ്ടായതായ കമലത്തിൽ, താമരയിൽ ഇരുന്നിരുന്നതായ ബ്രഹ്മാവ് പ്രജാപതി ദൃഷ്ട്വാ, 2 പേരെയും കണ്ടു. ഈ 2 അസുരന്മാര് ഈ ചെവിയിൽ നിന്നുണ്ടായിട്ട് വേറൊന്നും കാണാനില്ല അവർക്ക്. അപ്പോൾ അവർ നേരെ ബ്രഹ്മാവിനെ കണ്ടപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരികയാണെന്നുള്ളതാണ്. ഉഗ്രന്മാരായിട്ടുള്ള അതാണ് ഈ താവ് അസുരവു ച ഉഗ്രവു, ഉഗ്രന്മാരായിട്ടുള്ള, ഉഗ്രസ്വരൂപികളായിട്ടുള്ള, കണ്ടാൽ തന്നെ പേടിയാവും. അതുമാതിരി ഉഗ്രമായിട്ട് കണ്ടാൽ ആ വരവ് കാണുമ്പോൾ അതും ഉഗ്രത നല്ലോണം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള 2 അസുരന്മാർ തൻ്റെ നേരെ വരുന്നു കണ്ടപ്പോൾ പ്രസുപ്തം ച ജനാർദ്ദനം. അപ്പം എന്താ, ബ്രഹ്മാവിനും അതെ, ആരെയും ഇവിടെ കാണാനില്ല എന്നുള്ളതായിട്ടുള്ളൊരു ഭയമൊക്കെ ഉണ്ട്, എന്താണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതൊന്നും നിശ്ചയില്ല. അപ്പോൾ
നോക്കിയപ്പോൾ തൻ്റെ കമലത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാനെ തന്നെ നോക്കി, വേറെ ആരും ഇല്ല രക്ഷിക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ തന്നെ നോക്കി. അപ്പോൾ ഭഗവാനെ നോക്കിയപ്പോൾ എന്താ, ഭഗവാൻ നല്ല ഉറക്കത്തിലാണ്, യോഗനിദ്രയിലാണ് ഭഗവാൻ എന്നുള്ളതാണ്. ആ പ്രസുപ്തം വെച്ചാൽ ജനാർദ്ദനം, ജനാർദ്ദനൻ പ്രസുപ്തനായിട്ടാണ്, ഉറങ്ങിക്കിടക്കുകയാണ് ഭഗവാൻ. അപ്പോൾ തനിക്ക് രക്ഷിക്കാനായിട്ട് ഇനി ആരും ഇല്ല എന്നുള്ളതായിട്ടുള്ള ഒരു തോന്നലുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭഗവാൻ ഉണർന്നായിട്ടുണ്ടെങ്കിൽ തനിക്ക് രക്ഷയുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നോക്കിയാൽ ഭഗവാൻ ഉറങ്ങുകയാണ്. ഇനി എന്താ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി എന്നുള്ളതാണ്. പ്രസുപ്തഞ്ച ജനാർദ്ദനം ദൃഷ്ടുവ, ജനാർദ്ദനനെ ഭഗവാനെ പ്രസുപ്തനായിട്ട് ഉറങ്ങിക്കിടക്കുന്നതായിട്ടും കണ്ടിട്ട് തുഷ്ടാവ യോഗനിദ്രാം താം ഏകാഗ്രഹൃദയസ്ഥിത, ഏകാഗ്രഹൃദയസ്ഥിത തുഷ്ടാവതാം യോഗനിദ്രാം ഏകാഗ്രഹൃദയസ്ഥിത വിബോധനാർത്ഥായ ഹരേഹേ ഹരിനേത്രകൃതാലയം. അപ്പോൾ നോക്കിയപ്പോൾ ഭഗവാൻ കണ്ണടച്ച് കിടക്കുകയാണ്. അപ്പം അവിടെ ആ ഹരിക്ക് എങ്ങനെയാണ് ഈ നിദ്ര ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു യോഗനിദ്ര എന്നുള്ളതായിട്ടുള്ള ആ ഭഗവതി എന്നുള്ളതാണ്, അവിടെ മഹാമായയാണത് എന്നുള്ളതാണ്. ആ മഹാമായയുടെ ശക്തി കൊണ്ടാണ് ഭഗവാന് യോഗനിദ്ര ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ആ കണ്ണ് അടച്ചു വെച്ചിരിക്കണത്, കണ്ണ് അടച്ചും കൊണ്ട് ഭഗവാനെ യോഗനിദ്രയിലാക്കിയിട്ടുള്ളത് ഈ മഹാമായയാണ്. അപ്പം ആ മഹാമായയെ സ്തുതിച്ചു കഴിഞ്ഞാലേ എന്തെങ്കിലും കാര്യം സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലായി ബ്രഹ്മാവിന് എന്നുള്ളതാണ്. അപ്പൊ മഹാമായ വിചാരിച്ചാലേ ഭഗവാന്റെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഭഗവാന്റെ ഉറക്കം കഴിഞ്ഞ് കണ്ണ് തുറന്നാൽ മാത്രമേ ഈ അസുരന്മാരെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ മഹാമായയെ ആദ്യം സ്തുതിച്ചു എന്നാണ് പറയണത്. ആ ഭഗവാനെ സ്തുതിച്ചതുകൊണ്ടായി കാര്യമില്ല, ഭഗവാൻ ഉറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ മഹാമായയാണ് ഭഗവാന്റെ നേത്രങ്ങളെ കൂടി അടച്ച് ഭഗവാനെ യോഗനിദ്രയിൽ ആഴ്ത്തിയിരിക്കുന്നത് മഹാമായയാണ് എന്ന് കരുതി ആ മഹാമായയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ആ ശക്തിക്ക് കൂടുതൽ സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനേക്കാൾ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള ഭഗവാനേക്കാൾ ഈ ശക്തിക്ക് സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അവിടെ അതുകൊണ്ട് സാധിക്കണത്. ഭഗവാനെ കൂടി ഉണർത്താൻ ഈ മായയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം മായയാണ് അതിലും മീതെ എന്നുള്ളത്, മീതയായിട്ട് ശക്തിയായിട്ട് സ്വീകരിക്കുന്നത് മായയെ ആണ് എന്നുള്ളതാണ്. തുഷ്ടാവ യോഗനിദ്രാം താം ഹൃദയസ്ഥിത, ഏകാഗ്രമായിട്ടുള്ള ഹൃദയത്തോടുകൂടി മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേറെ ഒന്നും വിചാരമൊന്നും ഇല്ലാതെ കണ്ട്, അതായത് തന്നെ ഭക്ഷിക്കാൻ വരണതായിട്ടുള്ള രണ്ട് സുരന്മാരെ കാണുമ്പോൾ ആ ഏകാഗ്രതയൊക്കെ ഉണ്ടായിക്കോളും, തന്നെ ഭക്തിയുടെ അങ്ങേ അറ്റം ഉണ്ടാവും. അപ്പോൾ തനിക്ക് രക്ഷ ഈ ഭഗവാന്റെ കണ്ണ് തുറന്നാലേ ഉള്ളൂ എന്ന് തീർച്ചയാക്കിയിട്ട് ആ കണ്ണ് അടച്ചുകൊണ്ടിരിക്കുന്ന നിദ്രാരൂപത്തിൽ ഉള്ളതായിട്ടുള്ള ആ ഭഗവതിയെ, ദേവിയെ നല്ല ഏകാഗ്രമായിട്ട് സ്തുതിച്ചു എന്നുള്ളതാണ്. ഏകാഗ്രമായ ചിത്തത്തോടു കൂടി ഭഗവതിയെ സ്തുതിച്ചു എന്നാണ് പറയണത്. തുഷ്ടാവ സ്തുതിച്ചു യോഗനിദ്രാം താം, ആ യോഗനിദ്രയെ, യോഗനിദ്രാരൂപത്തിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആ മഹാമായയെ സ്തുതിച്ചു. ഏകാഗ്രഹൃദയസ്ഥിത, ഏകാഗ്രമായ ഹൃദയത്തോടുകൂടി വിബോധനാർത്ഥായ ഹരേഹേ, എന്തിനു വേണ്ടിയിട്ടാണ് സ്തുതിച്ചത്? വിബോധനാർത്ഥായ ഹരേഹേ, ഹരേഹേ വിബോധനാർത്ഥായ, മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതിനു വേണ്ടി, വിബോധനം ഉണർത്തല്, മഹാവിഷ്ണുവിനെ ആ യോഗനിദ്രയിൽ നിന്നും ഉണർത്തുന്നതിന് വേണ്ടി, സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടി ഭഗവതിയെ സ്തുതിച്ചു എന്നാണ്. മഹാമായയെ സ്തുതിച്ചു. തുഷ്ടാവ യോഗനിദ്രാം താം ഹരേഹേ വിബോധനാർത്ഥായ, ഹരിയെ വിബോധനം ഉണർത്തല്, ആ നിദ്രയിൽ നിന്ന് ഉണർത്തുന്നതിന് വേണ്ടി, വിബോധനാർത്ഥായ വിബോധനമാവുന്ന പ്രയോജനത്തിനു വേണ്ടി, വിബോധനത്തിന് വേണ്ടി, ഉണർത്തുന്നതിന് വേണ്ടി സ്തുതിച്ചു. മഹാമായയെ സ്തുതിച്ചു. ഏകാഗ്രചിത്തത്തോടുകൂടി മഹാമായയെ സ്തുതിച്ചു. ഹരിനേത്ര കൃതാലയം, എന്താണ് മഹാമായയെ സ്തുതിക്കാൻ കാരണം? ഹരിനേത്ര കൃതാലയം, ഹരിയുടെ, മഹാവിഷ്ണുവിൻ്റെ നേത്രങ്ങളിലാണ് അപ്പോൾ അവിടെ മഹാമായ വർത്തിക്കണത് എന്നുള്ളതാണ്. ഹരിയുടെ നേത്രങ്ങളിൽ വർത്തിക്കുന്നതായിട്ടുള്ള കൃതാലയം, കൃതമായ ആലയത്തോടു കൂടിയ, ആലയം വാസസ്ഥാനം, ആലയം വെച്ചാൽ ഗൃഹം വസിക്കുന്നതായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഹരിയുടെ നേത്രങ്ങളിൽ വസിക്കുന്നതായ ആ
മഹാമായയെ സ്തുതിച്ചു, ഭഗവതിയെ സ്തുതിച്ചു. വിബോധനാർത്ഥായ ഹരേഹേ ഹരിനേത്ര കൃതാലയം, ഹരിയുടെ നേത്രങ്ങളിൽ, ഭഗവാന്റെ നേത്രങ്ങളിൽ ആലയം ആക്കിയിട്ടുള്ള വാസസ്ഥാനമാക്കിയിരുന്നതായ ആ ദേവിയെ, നിദ്രാദേവിയെ സ്തുതിച്ചു എന്നാണ്. ത്വം സാഹ, ഇനി ആ സ്തുതിയുടെ പ്രകാരമാണ് പറയണത്. ത്വം സാഹ സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാരസ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത. ത്വം സ്വാഹ, അങ്ങ് തന്നെയാണ്, ഭഗവതി തന്നെയാണ് സ്വാഹ എന്ന് പറയുന്നത്. സ്വാഹ എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്. അതായത് ദേവന്മാരെ പൂജിക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് സ്വാഹ എന്നുള്ളത്. ആ ദേവന്മാരെ പൂജിക്കുമ്പോൾ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, വിഷ്ണവേ സ്വാഹ എന്നൊക്കെ അങ്ങനെയാണ് പറയുക. സ്വാഹ എന്നാണ് ഉച്ചരിക്കുക. പിന്നെ ത്വം സ്വധ, സ്വധ എന്ന് പറഞ്ഞാലും അതുമായ മറ്റൊരു മന്ത്രമാണ്. അത് ശ്രാദ്ധാദികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിതൃഭ്യോ സ്വധ എന്നാ പറയുക. പിതൃക്കൾക്ക് സ്വധ എന്ന, പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് സ്വധ എന്നുള്ളത്. ദേവന്മാർക്ക് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ്, പൂജിക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് സ്വാഹ എന്നുള്ളത്. പിതൃക്കൾക്ക് ശ്രാദ്ധാദികളിലൊക്കെ പിതൃക്കളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് സ്വധ എന്നുള്ളത്. അതുമാതിരിയുള്ളതായിട്ടുള്ള മറ്റൊരു മന്ത്രമാണ് വഷട്ട് എന്നുള്ളത്. അത് യാഗാദികളിൽ ദേവന്മാർക്ക് ഹവിസ് അർപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് ചെയ്യുന്നതായിട്ടുള്ള മന്ത്രമാണ് വഷട്ട് എന്നുള്ളത്. വഷടിന്ദ്രായ എന്നൊക്കെ പറയും. അപ്പോൾ വഷട്ട് എന്നുള്ളത് അങ്ങനെയുള്ള മന്ത്രമാണ്. ദേവന്മാരെ ഇന്ദ്രാദികൾക്ക് യാഗത്തിൽ ഹവിസ് നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രമാണ് വഷട്ട് എന്നുള്ളത്. വഷട്കാര സ്വരാത്മിക, വഷട്കാരം അങ്ങ് തന്നെയാണ്, ഭഗവതി തന്നെയാണ്. അതായത് ഏതെല്ലാം ശബ്ദങ്ങളുണ്ടോ അതൊക്കെ ഭഗവതിയാണെന്നാണ് അർത്ഥം. ആ ഭഗവതി തന്റെ ഭഗവതിയുടെ വിവിധ ശക്തികളാണ്, പല പല ശക്തികളുണ്ട്. അപ്പോൾ ഈ അക്ഷരാത്മികയായിട്ടുള്ളത് ഭഗവതിയാണ്. ആ അക്ഷരാത്മിക എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനമായിട്ടുള്ളതായുള്ള അക്ഷരങ്ങളെയാണ് എടുത്തു പറഞ്ഞത്. സുധ എന്നുള്ളതായിട്ടുള്ള മന്ത്രം, സ്വാഹ എന്നുള്ളതായിട്ടുള്ള മന്ത്രം, വഷൾ എന്നുള്ള മന്ത്രം ഒക്കെ ഭഗവതി തന്നെയാണ് എന്നുള്ളതാണ്. ഈ മായ തന്നെയാണ് സ്വാഹ എന്നുള്ളതായിട്ടുള്ള മന്ത്രവും, ഭഗവതി തന്നെയാണ് സ്വധ എന്നുള്ള മന്ത്രവും, ഭഗവതി തന്നെയാണ് വഷട എന്നുള്ളതായിട്ടുള്ള മന്ത്രവും. പിന്നെ ത്വം സ്വാഹ ത്വം സുധ ത്വം ഹി വഷട്കാര, വഷട്കാരം വഷട്ട് എന്നുള്ളതായിട്ടുള്ള ശബ്ദവും അതും ഭഗവതി തന്നെ. സ്വരാത്മിക, സ്വരാത്മികയായിട്ടുള്ളതും ഭഗവതി തന്നെയാണ്. സ്വരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നൊക്കെ പറയും. വേദങ്ങളിലുള്ളതായിട്ടുള്ള ഉച്ചാരണത്തിലുള്ളതായിട്ട് ചില ഭേദങ്ങളാണ്. ഉദാത്തമായിട്ട് ഉച്ചരിക്കുക, അനുദാത്തമായിട്ട് ഉച്ചരിക്കുക, സ്വരിതമായിട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ അതിലുള്ളതായിട്ടുള്ള ഒരു ആക്സെന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്തായാലും അതിനെയാണ് ഇവിടെ ഈ സ്വരം എന്ന് പറയണത്. അല്ല നമ്മൾ മറ്റതിലൊക്കെ ഉണ്ട് അകാരം എന്നൊക്കെ ഉണ്ടല്ലോ, അകാരത്തിന് ഈകാരം ഉകാരം എന്നുള്ളതൊക്കെ സ്വരങ്ങളായിട്ട് പറയുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഇതിനൊക്കെ ഉള്ളതായിട്ടുള്ള ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ളതായിട്ടുള്ള ഭേദങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വരാത്മിക, സ്വരമായിട്ടുള്ളതും ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ളതായിട്ടുള്ള സ്വരങ്ങളായിട്ടുള്ളതും ഭഗവതി തന്നെയാണ്. സ്വരാത്മിക. പിന്നെ സുധാ, അമൃത് എന്നുള്ളതും ഭഗവതി തന്നെയാണ്. സുധാ ത്വം അക്ഷരേ നിത്യേ, നിത്യമായിട്ടുള്ള അക്ഷരം. ആ നിത്യമായിട്ടുള്ള അക്ഷരം എന്നുള്ളത് പ്രണവത്തിനെയാണ് പറയണത് അവിടെ. പ്രണവമാണ് നിത്യമായിട്ടുള്ള അക്ഷരം, ഏറ്റവും നിത്യമായിട്ടുള്ളത്. ആ പ്രണവത്തിൽ നിന്നാണ് ബാക്കി എല്ലാ വർണ്ണങ്ങളും ഉണ്ടാവണത് എന്നാണ്. അപ്പൊ ആ പ്രണവം എന്നുള്ളത് അതാണ് ഏറ്റവും നിത്യമായിട്ടുള്ള. ഓം എന്നുള്ളതായിട്ടുള്ള പ്രണവം, അതാണ് ഏറ്റവും നിത്യമായിട്ടുള്ള അക്ഷരം. ആ നിത്യമായിട്ടുള്ള അക്ഷരവും ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ്. ത്വം അക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മിക സ്ഥിത. ത്രിധാമം എന്നുള്ളത് 3 ധാമങ്ങളാണ് അവിടെ പറയണത്. അതായത് പ്രണവത്തിന് എന്താണ് 3 വർണ്ണങ്ങളാണുള്ളത്. ആ ഉ മ എന്നുള്ളതായിട്ടുള്ള 3 വർണ്ണങ്ങളാണ് പ്രണവത്തിനുള്ളത്, അല്ലേ? 3 ചേർന്നതാണ് പ്രണവം എന്ന് പറയുന്നത്. അതാണ് ത്രിധാത്മാത്മിക എന്ന് പറയുന്നത്.
3 ധാമങ്ങൾ, വാസസ്ഥാനങ്ങളോട് കൂടിയത് ആണ് ആ പ്രണവം എന്നുള്ളത്. അങ്ങനെ ആ ത്രിധാമാത്മികയായിട്ടുള്ള ആ നിത്യമായിട്ടുള്ള അക്ഷരവും ഭഗവതി തന്നെയാണ് എന്നാണ്. സ്ഥിത, അങ്ങനെ വർത്തിക്കുന്നതും ഭഗവതി തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി അർദ്ധമാത്ര സ്ഥിത നിത്യ യാനുച്ചാര്യ അവിശേഷതഃ ത്വമേവ സന്ധ്യാ സാവിത്രീ ത്വം ദേവി ജനനീ പരാ. അർദ്ധമാത്രാത്മിക, അർദ്ധമാത്രയായിട്ടുള്ളത്, അതായത് ഓരോരോ ഒരു വർണ്ണത്തിന് ഒരു മാത്ര. അപ്പോൾ ആ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ഒരു മാത്രമേ വേണ്ടൂ ഇതിന് ഉച്ചാരണം. ആ എന്ന് ദീർഘമായിട്ട് ഉച്ചരിക്കുമ്പോൾ അതിന് 2 മാത്ര വേണം. ഇനി ആ എന്ന് പ്ലുതമായിട്ട് ഉച്ചരിക്കുമ്പോൾ അതിന് 3 മാത്ര വേണം. പിന്നെ ഈ ഓംകാരത്തിൻ്റെ ഒരു ആ ഉ മ എന്നുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു അർദ്ധചന്ദ്രാകൃതിയിലൊരു ഇതിൽ കാണും, ബിന്ദു എന്നാണ് അതിന് പറയുക. ആ ബിന്ദുവിന് അര മാത്രമേ ഉള്ളൂ എന്നാണ്. ബിന്ദുവിന് അര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അർദ്ധമാത്രാത്മികയായിട്ടുള്ളതായ ആ ബിന്ദുവിനോടുകൂടി ചേരുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം വരണത് എന്നുള്ളതാണ്. അതിന് ത്വമേവ സന്ധ്യ അപ്പം അതാണ് അർദ്ധമാത്ര സ്ഥിത നിത്യ. നിത്യയായിട്ട് അർദ്ധമാത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നതും ഭഗവതി ദേവി തന്നെയാണ്. അതായത് ഈ മഹാമായ തന്നെയാണ് ആ അർദ്ധമാത്രമായിട്ട് സ്ഥിതി ചെയ്യേണ്ടത്. ആ ഓം എന്നുള്ളത് ഉച്ചാരണം ശരിയാവണം എന്നുണ്ടെങ്കിൽ ഇതും കൂടിയും വേണം. ഈ ബിന്ദുവും കൂടി ഇല്ലാണ്ട് എഴുതിയാൽ പൂർത്തിയില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇനി അതല്ലാതെ കണ്ട് മറ്റൊരു വ്യാഖ്യാനവും പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ആ എന്നുള്ളതുണ്ടല്ലോ, അർദ്ധമാത്രം, ഏകമാത്രമായിട്ടുള്ളത്, ദ്വിമാത്രമായിട്ടുള്ളത്, ത്രിമാത്രമായിട്ടുള്ളത്. പിന്നെ വ്യഞ്ജനങ്ങൾക്കൊക്കെ സ്വതേ വ്യഞ്ജനം എന്ന് പറഞ്ഞാൽ ക എന്നുള്ളതായിട്ടുള്ള വ്യഞ്ജനം ഉണ്ടല്ലോ, അത് അതും ആ എന്നും കൂടി ചേർന്നാലേ ക എന്നാവുള്ളൂ. മറ്റത് സ്വരം എന്ന് പറഞ്ഞാൽ ക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ക എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ക എന്ന് ഉച്ചരിക്കാനും കൂടി വയ്യ എന്നുള്ളതാണ്. ആ സ്വരം കൂടിയും ചേർന്നാലേ അത് ഉച്ചാരണമുള്ളൂ. അല്ലാതെ കണ്ട് ആ വ്യഞ്ജനത്തിന് മാത്രമായിട്ടൊരു ഉച്ചാരണേ ഇല്ല എന്നുള്ളതാണ്, ഉച്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആ പൂർത്തീകരണം വേണമെങ്കിൽ ഒരു സ്വരം കൂടി അവിടെ വന്നാലേ പൂർത്തി ആവുള്ളൂ എന്നുള്ളതാണ്, ഉച്ചാരണം മുഴുവനേ ആവുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സൗകര്യാർത്ഥം അങ്ങനെയല്ല പറയുക. വ്യഞ്ജനം വെച്ചാൽ പകുതി ഉച്ചാരണം അർദ്ധമാത്രയിൽ ഉച്ചരിക്കാം എന്നതാണ് വ്യഞ്ജനം എന്നാണ് പറയുക. പക്ഷെ അങ്ങനെയില്ല. അർദ്ധമാത്രയിൽ ഉച്ചരിക്കുമ്പോഴും അവിടെ ഒരു സ്വരത്തിൻ്റെ ഭാഗം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ക എന്ന് പറഞ്ഞാലും അവിടെ എന്നുള്ളതായിട്ടുള്ള ഒരു സ്വരം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ സ്വരത്തിൻ്റെ ഒരു ചേർച്ച ആ വ്യഞ്ജനങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സ്വരത്തിൻ്റെ ചേർച്ച ഇല്ലാത്തതിനെയാണ് അർദ്ധമാത്രയായിട്ടുള്ളത് എന്ന് പറയണത്. അങ്ങനെയും ഒരു വ്യാഖ്യാനം അവിടെ പറയുന്നുണ്ട്. അർദ്ധമാത്ര സ്ഥിത നിത്യ, അർദ്ധമാത്രയായിട്ട് നിത്യമായി സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെയാണ് എന്ന്. യോനുച്ചാര്യ അവിശേഷത യാതൊന്നിനെ അനുച്ചാരിത, ആ അർദ്ധമാത്രയെ ഉച്ചരിച്ചില്ലെങ്കിൽ അനുച്ചാരിത അവിശേഷത അർദ്ധമാത്രയോട് കൂടാതെ കണ്ട് ഇവിടെ, അതായത് ഇവിടെ പറയുന്നത് ഓങ്കാരത്തിനെയാണ്, പ്രണവത്തിനെയാണ്. ആ പ്രണവം ഉച്ചരിച്ചില്ല, അർദ്ധമാത്രയായിട്ടുള്ളതായ ആ ബിന്ദുവിനോട് കൂടാതെ അവിശേഷത, ആ വിശേഷത്തെ കൂടാതെ, ബിന്ദു എന്നുള്ളതായ വിശേഷത്തെ കൂടാതെ കണ്ട് ഉച്ചരിക്കുമ്പോൾ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്, അത് വ്യക്തമാവില്ല എന്നുള്ളതാണ്. അർദ്ധരാത്ര സ്ഥിതാനിത്യ യഹ അനുച്ചാര്യ അവിശേഷത. അപ്പം അനുച്ചാര്യ, അത് അനുച്ചാര്യ അവിശേഷത, അനുച്ചാര്യയാണ്, ഉച്ചരിക്കാൻ പറ്റാത്തതാണ്. അവിശേഷത, അതായത് ഈ ബിന്ദുവിനോട് കൂടാതെ കണ്ട് അതിനെ ഉച്ചരിക്കാൻ അസാധ്യമാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബിന്ദുവും ഭഗവതി തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ത്വമേവ സന്ധ്യ എന്ന് പറയുന്നതും ഭഗവതി തന്നെയാണ്. സന്ധ്യ എന്ന് വെച്ചാൽ കാലത്തുള്ളതായിട്ടുള്ള സന്ധ്യ, സായന്തന സന്ധ്യ, 2 സന്ധ്യകളും ഭഗവതി തന്നെയാണ്. ത്വമേവ സന്ധ്യ സാവിത്രി മന്ത്രം എന്നുള്ളത് അതും ഭഗവതി തന്നെയാണ്. ത്വമേവ സന്ധ്യ സാവിത്രി ത്വം ദേവി ജനനീ പരാ. ത്വം ഭഗവതി തന്നെയാണ് ദേവി ജനനിയായിട്ടുള്ള, എല്ലാറ്റിനും മാതാവായിട്ടുള്ള ആ ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ എന്നുള്ളത് ശോഭിക്കുക എന്നുള്ള അർത്ഥമാണ്, പ്രകാശിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ പ്രകാശരൂപിണിയായിട്ടുള്ള ഭഗവതിയും അമ്മ
ആയിട്ടുള്ള ജനനി, എല്ലാറ്റിനും അമ്മയായിട്ടുള്ളതും ഭഗവതി തന്നെ, ഈ ദേവി തന്നെ, മഹാമായ തന്നെയാണ് എന്ന് ആ മഹാമായയെ സ്തുതിക്കുകയാണ്. ജനനീ പരാ, ഏറ്റവും പരയായിട്ടുള്ളതായ ശ്രേഷ്ഠയായിട്ടുള്ള ആ ശക്തി വിശേഷം അതും ഭഗവതി തന്നെയാണ് എന്ന് അവിടെ ഭഗവതിയെ സ്തുതിച്ചു എന്നുള്ളത്. സ്തുതിക്കാൻ ഇനി കഴിഞ്ഞിട്ടില്ല. അതപ്പം ആദ്യം ആ ഭഗവതിയുടെ സ്തുതി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യാ അർദ്ധമാത്ര സ്ഥിത നിത്യ, യാ അനുച്ചാരി അവിശേഷത. അത് കൂടാതെ കണ്ട്, ഈ ബിന്ദുവിനോട് കൂടാതെ കണ്ട് അനുച്ചാര്യ ഉച്ചരിക്കാൻ സാധിക്കാത്തവളാണ് എന്നുള്ളതാണ്. ത്വമേവ സന്ധ്യ സാവിത്രി, അങ്ങ് തന്നെയാണ് സന്ധ്യ, രണ്ട് സന്ധ്യകളും അങ്ങ് തന്നെയാണ്. സാവിത്രി, സാവിത്രി മന്ത്രവും അങ്ങ് തന്നെയാണ്. ത്വം ദേവി ജനനീ പരാ, ഭഗവതി തന്നെയാണ് ദേവി, പ്രകാശസ്വരൂപിണിയായിട്ടുള്ള ജനനി, മാതാവായിട്ടുള്ളതും, പരാ, ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളതും ഭഗവതി തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് അവൻ്റെ ഈ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് അവിടെ പറഞ്ഞത്. ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.